നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേൽസ് ഓഫ് ഏഞ്ചൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് ഞാൻ എൻ്റെ പെർഫ്യൂം കളക്ഷൻസിന്റെ വീഡിയോ ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് നേരത്തെ കളക്ഷൻ വീഡിയോ ചെയ്ത് പരിചയമൊന്നുമില്ല, ഇതിന്റെ ഫേസ്റ്റ് കളക്ഷൻ വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് ഒക്കെ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, കാണാൻ തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. എനിക്ക് ഭയങ്കരമായ ആയിരക്കണക്കിന് പെർഫ്യൂം കളക്ഷൻസ് ഒന്നുമില്ല, ലെസ് ദാൻ 10 അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. പക്ഷെ ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. അപ്പൊ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഫ്രേഗ്രൻസിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഒബ്സഷൻ ആണ് കേട്ടോ ഫ്രേഗ്രൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ബാഡ് സ്മെല്ല് പെട്ടെന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. അപ്പൊ എനിക്ക് ഫ്രേഗ്രൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അതുപോലെ തന്നെ എൻ്റെ കയ്യിരിക്കുന്ന പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ. മിക്കതും തന്നെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ളതാ. ഇത് എല്ലാം ഞാനായിട്ട് വാങ്ങിച്ച പെർഫ്യൂംസ് ഒന്നും അല്ല കേട്ടോ, എല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ ആന്റിമാരും പിന്നെ ബുക്കുചാനും മേടിച്ചെന്ന പെർഫ്യൂംസ് ആണ് കേട്ടോ, ഞാൻ സ്വന്തമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ പെർഫ്യൂംസും ഞാൻ ഗൂഗിൾ ചെയ്തായിരുന്നു കേട്ടോ. കറണ്ട് പോയി. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ പെർഫ്യൂംസും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഞാൻ അതിന്റെ പ്രൈസും പിന്നെ അതിന്റെ ലിങ്കും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് എല്ലാം ഷെയർ ചെയ്യാം, പെർഫ്യൂംസ് കിട്ടുന്ന ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യാം. ചിലത് ആമസോണിലും മിന്ത്രയിലും നൈക്കയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ പ്രൈസും ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഈ പെർഫ്യൂംസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മിക്കവരും തന്നെ കടയിൽ ഓടി ചെന്നിട്ട് ഒരു ഫ്രേഗ്രൻസ് അല്ല ഒരു പെർഫ്യൂം അടിച്ചു നോക്കിയിട്ട് അതിന്റെ ഫ്രേഗ്രൻസ് നല്ലതാണെങ്കിൽ അതിങ്ങ് എടുത്തോണ്ട് പോരും. അത് എഴുതിയേക്കുന്നത് എന്താണോ അതൊന്നും നമ്മൾ വായിച്ചു നോക്കത്തില്ല. അപ്പൊ ഈ പെർഫ്യൂംസിന് അതിന്റെ സ്മെല്ലിന് കോൺസെൻട്രേഷന് പല ടൈപ്സ് ഉണ്ട് കേട്ടോ. മിക്കവർക്കും ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മെയിൻ ആയിട്ട് 5 ടൈപ്സ് ആണുള്ളത്. ലൈക്ക് ഫസ്റ്റ് വന്ന് വരുന്ന പെർഫ്യൂം. ഇപ്പൊ ഞാൻ പറയാം, ഇതൊരു പെർഫ്യൂം ആണ്. അപ്പൊ നമ്മൾ പെർഫ്യൂം എടുക്കുമ്പോൾ ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും എന്ത് ടൈപ്പ് ആണെന്ന്. അപ്പൊ അത് നോക്കിയിട്ടായിരിക്കത്തില്ല നമ്മൾ മിക്കവരും എടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സിംപ്ലി പെർഫ്യൂം, PARFUM, പെർഫ്യൂം എഴുതാണ്. അതിൻ്റെ അകത്ത് 20-40% പെർഫ്യൂം ഓയിൽസ് അടങ്ങിയിരിക്കുന്നതായിരിക്കും. ആ പെർഫ്യൂമിനായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ സ്മെല്ല്, ഏറ്റവും കൂടുതൽ നേരം സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്ന അതിനായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓദെ പെർഫ്യൂം. ഓദെ പെർഫ്യൂം എന്ന് പറയുമ്പോൾ 15-20% ആണ് കേട്ടോ അതിൻ്റെ അകത്ത് പെർഫ്യൂം ഓയിൽസ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. അപ്പം പെർഫ്യൂമിന് തൊട്ട് താഴെ വരുന്നത് ഓദെ പെർഫ്യൂം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓദെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് 5-15% ആണ് പെർഫ്യൂം ഓയിൽസ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഓദെ കൊളോൺ. അതിൻ്റെ അകത്ത് 2-5% പെർഫ്യൂം ഓയിൽസ് ആണ്. പിന്നെ വരുന്നത് ഓഫ്രാച്ചെ അങ്ങനെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. ഓഫ്രാച്ചെ അതിന് 1-3% മാത്രമാണ് പെർഫ്യൂം ഓയിൽസ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഇത്രയും പെർസെന്റേജ് പെർഫ്യൂം ഓയിൽസ് ബാക്കി ആൽക്കഹോൾ ഒക്കെ ആയിരിക്കും കേട്ടോ കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. ആൽക്കഹോൾ അല്ലെങ്കിൽ ചിലതിൻ്റെ അത് വാട്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെർഫ്യൂം ആണ് ഏറ്റവും കൂടുതൽ നേരം നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി നേരം സ്മെല്ല് നിൽക്കുന്ന പെർഫ്യൂം. അത് കഴിഞ്ഞ് ഓദെ പെർഫ്യൂം, പിന്നെ ഓദെ ടോയ്ലറ്റ്, പിന്നെ ഓദെ കൊളോൺ, പിന്നെ ഓഫ്രാച്ചെ. ഇത് 5 കേട്ടോ. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ അതെല്ലാം നോക്കിയിട്ട് എന്താണ് എഴുതിയേക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പെർഫ്യൂം പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ പെർഫ്യൂം ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്മെല്ല് ഇങ്ങനെ നിൽക്കുന്ന അനുസരിച്ച് എക്സ്പെൻസും കൂടും. അപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന പെർഫ്യൂം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴത്തോട്ടുള്ള ഓർഡറിൽ അത്ര എക്സ്പെൻസ് ഇച്ചിരി കുറയും കൂടെ ചെയ്യും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നേരം നമുക്ക് സ്മെല്ല് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർഫ്യൂം തന്നെ വാങ്ങാം കേട്ടോ. അത് ഓദെ പെർഫ്യൂമും ഓദെ ടോയ്ലറ്റ് ഒക്കെ അത്യാവശ്യം കുറെ നേരം ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്റെ ഫസ്റ്റ് കളക്ഷനിലോട്ട് പോവാം. എന്റെ ഫസ്റ്റ് കളക്ഷൻ ആയിട്ട് ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു മിസ്റ്റ് ആണ്. ഇതൊരു മിസ്റ്റ് ആണ്. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഒരു മിസ്റ്റ് ആണ് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഫോർ റെഡ് എന്ന് പറഞ്ഞ ഒരു മിസ്റ്റ് ആണ്. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു എന്താ പറയാ, ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിന് വരുന്നത്. ഭയങ്കര നല്ലൊരു സ്മെല്ല്. അത് തീരാറായി ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് 236 ml ആണ് ഇത് വന്നേക്കുന്നത്. ഇപ്പൊ ബാത്ത് ആൻഡ് ബോഡി വർക്സിന് തന്നെ ഒരുപാട് വേറെ മിസ്റ്റുകളുണ്ട് കേട്ടോ, വേറെ കളക്ഷൻസ് ഉണ്ട്. ഇത് റെഡ് ആണ്. അതല്ലാതെ 1000 വിഷസ്, ഷാംപെയിൻ നൈറ്റ്, ഇൻ ടു ദ നൈറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ മിസ്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ലൈക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ വെബ്സൈറ്റിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ
2099 ആണ് കേട്ടോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷേ ഇപ്പം ഓഫറിൽ 630 കിടപ്പുണ്ട്. ഞാൻ ലിങ്ക് ഇടാൻ പറ്റുവാണെങ്കിൽ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം കേട്ടോ. ഇനി എന്റെ അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DB കോസ്മെറ്റിക്സിന്റെ ഇൻ ടു ദ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ഇത് ഓദെ പെർഫ്യൂം ആണ്. ആൻഡ് ഇത് 100 ml ആട്ടോ, 100 ml ബോട്ടിലാണ് ഇത്. ഇത് എനിക്ക് കുകുചായ മേടിച്ചോണ്ട് തന്ന കേട്ടോ. കുകുചായന് എപ്പോഴാ ഓസ്ട്രേലിയക്ക് പോയിട്ട് ഫസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോ നീ കൊണ്ടുവന്നാണ് ഈ പെർഫ്യൂം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു വാം സ്മെല്ലാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ലൈക്ക് നമുക്ക് നൈറ്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ പോവാണെങ്കിൽ അടിക്കാൻ പറ്റിയ ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ പ്രൈസ് എനിക്ക് അറിയത്തില്ല എത്രയാന്ന്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ കേട്ടോ, ഇൻ കേസ് കിട്ടോ ഇല്ലയോ. ഞാൻ നോക്കിയപ്പോൾ അവൈലബിൾ ആയിട്ട് കണ്ടില്ല. ജസ്റ്റ് ഓസ്ട്രേലിയ മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്റെ അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റിന്റെ ജസ്റ്റ് പിങ്ക് എന്ന് പറഞ്ഞ പെർഫ്യൂം ആണ്. ആൻഡ് ഇതും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല്. ഇതൊരു കൈൻഡ് ഓഫ് ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ. എന്റെ കയ്യിരിക്കുന്ന പെർഫ്യൂം മിക്കതിന്റെ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലാണ്. ആൻഡ് ഇത് ദേ അടിച്ചടിച്ച് തീരാറായി. ഇത്രയും കൂടെ ഉള്ളൂ, ഇപ്പൊ തന്നെ തീരും. ആൻഡ് ഇത് നല്ലൊരു സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ. ആൻഡ് ഇത് 100 ml ബോട്ടിലാണ്. ഇതും ഓദെ പെർഫ്യൂം ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ഒരു 10 ml ബോട്ടിലും കൂടെ ഉണ്ട്. ദേ ഒരു ക്യൂട്ട് ബോട്ടിൽ നമുക്ക് പോക്കറ്റ് പെർഫ്യൂം ഒക്കെ ആയിട്ട് ചെയ്യാനുള്ള ഇതും ഒരു പാക്കേജിൽ വരുന്നതാണ്. ഇത് 100 ml ഇത് 10 ml. അപ്പൊ ഈ 10 ml ഇത് ഫുൾ ഉണ്ട്, ഞാൻ തീർത്തിട്ടില്ല. പക്ഷെ 100 ml തീരാറായി കേട്ടോ. ആൻഡ് ഇതിന്റെ പാക്കേജിങ് അടിപൊളിയാട്ടോ, ഭയങ്കര ക്യൂട്ട് പാക്കേജിങ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിന്റെ പാക്കേജിങ്. എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ഇതിന്റെ പാക്കേജിങ്ങിന്റെ അകത്തൊക്കെ തന്നെ ഞാൻ ഇതിട്ട് വെക്കും. ചിലരിങ്ങനെ പാക്കേജിങ്ങിന് എടുത്തിട്ട് നമ്മൾ പുറത്തിങ്ങനെ വെക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പാക്കേജ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ അകത്ത് തന്നെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ തിരിച്ചു കയറ്റി വെക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാക്കേജിങ് ആട്ടോ, ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്. ഇതിങ്ങനെ തുറക്കും, ഇങ്ങനെയാണ് ക്യൂട്ട്. അപ്പൊ ഈ ജസ്റ്റ് പിങ്കും ഞാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിട്ട് കണ്ടില്ല നോക്കി കഴിഞ്ഞപ്പം. ആൻഡ് നിങ്ങളും കൂടെ ഒന്ന് നോക്കിക്കോ കേട്ടോ, ഇൻ കേസ് കിട്ടോ ഇല്ലയോ എന്ന്. അടുത്ത എന്റെ പെർഫ്യൂം വന്നിട്ട് ലവ്ലി എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. ലവ്ലി ബൈ സാറ ജെസിക്ക പാർക്കർ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. ആൻഡ് ഇത് ഒരു എന്താ പറയാ, ഇത് 100 ml ബോട്ടിലാണ്. ആൻഡ് ഇത് ഒരു പ്ലസന്റ് സ്മെല്ലാണ് കേട്ടോ. കൈൻഡ് ഓഫ് എന്താ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലസന്റ് സ്മെൽ, അതാണ് കേട്ടോ ഈ ഇതിനുള്ളത്. ആൻഡ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതെ ഇത്ര ആയിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ 100 ml ബോട്ടിലും ഉണ്ട്, പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂം പോലെ ഒരു 10 ml ബോട്ടിലും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് നിറച്ചുണ്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം പ്ലസന്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലാട്ടോ. അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. ആൻഡ് ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇതിന്റെ 100 ml ബോട്ടിൽ അവൈലബിൾ ആണ്, 50 ml ബോട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ 100 ml ബോട്ടിലിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8599 ആണ് ഒറിജിനൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷേ ഓഫറിന് 4599 കിടപ്പുണ്ട് കേട്ടോ. പിന്നെ 50 ml ബോട്ടിലിന്റെ പ്രൈസ് 5699 ആണ് ഒറിജിനൽ പ്രൈസ്. ഓഫറിൽ അത് 3726 3726 രൂപയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, വേണ്ടവരൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്റെ അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് വിക്ടോറിയ സീക്രട്ട്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പെർഫ്യൂം എന്ന് പറയാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇതെന്റെ വിക്ടോറിയ സീക്രട്ടിന്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഇതും തീരാറായത് ഇത്രേ ഉള്ളൂ. സങ്കടം, എനിക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് ഒക്കെ ഇങ്ങനെ തീരുമ്പോൾ സങ്കടമാണ്. ഇത് എത്ര ml ആണെന്ന് നോക്കട്ടെ. ഇതൊരു 50 ml ബോട്ടിലാണ് കേട്ടോ, കുഞ്ഞി ബോട്ടിലാണ്. ഇതിപ്പോ തന്നെ തീരും. ആൻഡ് എനിക്ക് ഈ കുപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുപ്പിയുടെ എനിക്ക് ഇങ്ങനെ പെർഫ്യൂംസിന്റെ കുപ്പികളും ഭയങ്കര ഒബ്സഷൻ ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് കുപ്പീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതും കൈൻഡ് ഓഫ് ക്യൂട്ടാണ്. ഇത് ഇവിടെ ഒരു ബോ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇത് വന്നിട്ട് ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ. ഇതിന് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ആൻഡ് വിക്ടോറിയ സീക്രട്ടിന്റെ ബോം ഷെൽ എന്ന് പറഞ്ഞ പെർഫ്യൂം ആണ് കേട്ടോ. വിക്ടോറിയ സീക്രട്ടിന് തന്നെ ഒരുപാട് വേറെ വേരിയേഷൻസ് ഉണ്ട്, ഒരുപാട് വേരിയൻസ് ഉണ്ട്. ആൻഡ് ഇത് ബോം ഷെൽ എന്ന് പറഞ്ഞാണ്. ഇതൊരു ന്യൂഡ് പിങ്ക് കളറാണ്. ഇതിന്റെ ബോം ഷെല്ലിന്റെ തന്നെ വേറെ ഇഷ്ടംപോലെ കളർ ഉണ്ട്. റെഡ് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഒരു മജന്ത ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് പേർപ്പിൾ ഉണ്ട്, പിന്നെ ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഇതൊക്കെ വിക്ടോറിയ സീക്രട്ട് ബോംഷെലിന്റെ വേരിയൻസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ ഇരിക്കുന്ന ഒരു ന്യൂഡ് പിങ്ക് ആണ്. ആൻഡ് ഇതും ഓദെ പെർഫ്യൂം ആണ് കേട്ടോ, ഓദെ പെർഫ്യൂം. ആൻഡ് ഇതും ആമസോണിലും മിന്ത്രയിലും അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആമസോണിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 12,999 ആണ് ഒറിജിനൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷെ ഓഫറിൽ 10,450 ആണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ മിന്ത്രയിൽ നോക്കി കഴിഞ്ഞപ്പോൾ 6,499 കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്ക്, ആവശ്യമുള്ളവരൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അടുത്ത പെർഫ്യൂം വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ഇതെനിക്ക് കുക്കുച്ചാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന ഗസിന്റെ പെർഫ്യൂം. എന്റെ മോന് ഇതിന്റെ പാക്കേജ് തുറക്കുമ്പോ തന്നെ കിഡിലൻ സ്മെല്ലാണ്. ഇത് കൈൻഡ് ഓഫ് ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലാണ് കേട്ടോ. ഗസിന്റെ ബെല്ല വിറ്റ റോസ എന്ന് പറഞ്ഞ പെർഫ്യൂം ആണ്. ഭയങ്കര അടിപൊളി പെർഫ്യൂമാണ്. എന്റെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസും വിക്ടോറിയ സീക്രട്ടും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഫ്രേഗ്രൻസ്. ഇത് ഓദെ ടോയ്ലറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ബോട്ടിലും ഭയങ്കര സൂപ്പർ ആട്ടോ. ഭയങ്കര ലക്ഷറി ഫീൽ വരുന്ന ബോട്ടിലാണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലാണ്. ഇതിന്റെ തന്നെ ഒരു പിങ്ക് ബോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിങ്കും ഗോൾഡും ആട്ടോ ഞാൻ കണ്ടത്. അപ്പൊ എന്റെ ഇരിക്കുന്ന ഗോൾഡ് ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു പെർഫ്യൂം ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ, ഇത്ര ആയുള്ളൂ, ഇച്ചിരി അടിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂംസ് ഒന്നും തീർക്കാൻ ഇഷ്ടമില്ല. എനിക്ക് അടിക്കുമ്പോൾ അയ്യോ തീർന്നു പോലെ എന്ന് ടെൻഷനാണ്. പക്ഷെ എന്റെ വിക്ടോറിയ സീക്രട്ട് തീരാറായി, സങ്കട. ഓക്കെ. അപ്പൊ ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ 100 ml ഇല്ല, പക്ഷെ ഇതിന്റെ വേറെ ഒരു വേരിയന്റിന്റെ 100 ml കിടപ്പുണ്ട്. ഇതിന്റെ എക്സാക്ട് 30 ml ഞാൻ കണ്ടായിരുന്നു കേട്ടോ. 30 ml ബോട്ടിലാണ് ഞാൻ കണ്ടുള്ളൂ. ഇത് 100 ml ആണ്. അപ്പൊ 30 ml പ്രൈസ് വന്നിട്ട് ഒറിജിനൽ പ്രൈസ് 4,500 ആണ് കിടക്കുന്നത്. പക്ഷെ ഓഫർ പ്രൈസ് 2,600 എന്തോ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇഷ്ടമുള്ളവരൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെർഫ്യൂം വന്നിട്ട് ടോമി ഹിൽഫിഗറിന്റെ ടോമി ഗേൾ എന്ന് പറഞ്ഞ ഈ ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ഇതും ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇതൊരു ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലാണ്. എന്റെ മിക്കതും തന്നെ അങ്ങനത്തെ ഒരു സ്മെല്ലാട്ടോ. എന്റെ കൈൻഡ് ഓഫ് സ്മെല്ലും അതാണ്. എനിക്ക് അങ്ങനത്തെ സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽസ് ഒന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഫ്ലോറൽ ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെൽസ് ആണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇത് ഓദെ ടോയ്ലറ്റ് ആണ്. ആൻഡ് ഇത് 100 ml ബോട്ടിലാണ്. ഇതും കുക്കുച്ചായം വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ അല്ല, ഇത് മമ്മിയുടെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് നൈസായിട്ട് അടിച്ച് മാറ്റുന്ന സാധനം കേട്ടോ. മമ്മിയുടെ ആണ് ബേസിക്കലി ഇത്. പിന്നെ ഞാൻ ഇതിന്റെ സ്മെൽ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് അടിക്കാറുണ്ട്. ഇത് ആമസോണിലും നൈക്കയിലും അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ആമസോണിന്റെ പ്രൈസ് വന്നിട്ട് ഒറിജിനൽ പ്രൈസ് 7,000, ഓഫർ പ്രൈസ് 4,725 ആണ് കേട്ടോ കിടക്കുന്നത്. നൈക്കയിലും ഈ സെയിം പ്രൈസിന് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ പെർഫ്യൂം കളക്ഷൻസ്. ഭയങ്കര ഭീമാകാരമായ കളക്ഷൻസ് ഒന്നും അല്ല, ലെസ് ദാൻ 10 അത്രേ ഉള്ളൂ കേട്ടോ എന്റെ കളക്ഷൻസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂംസ് ഏതാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രേഗ്രൻസ് ഏതാണ്, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തതിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഏതാണെന്നും കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിക്ടോറിയ സീക്രട്ടും പിന്നെ ഗസ്സുമാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് ആണ്. എന്റെ സ്മെൽ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടി ആൻഡ് ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കളക്ഷൻസ്. ആൻഡ് ഭാവിയിൽ ഇതിൽ കൂടുതൽ കളക്ഷൻസ് ഇനിയും കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി ജോലിയൊക്കെ കിട്ടി പൈസ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇനിയും കൂടുതൽ പെർഫ്യൂംസ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യില്ലെങ്കിലേ ഉള്ളൂ എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ.